ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. മനുഷ്യൻ്റെ നിരാശയ്ക്ക് നിദാനം അവൻ്റെ ആശയാണെന്ന് നമുക്കറിയാം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ പ്രത്യാശ വെറും മായാമോഹമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള സുദൃഢമായ വിശ്വാസത്തിൻ്റെ ഫലമാണിത്. സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവസ്നേഹം ഈ ലോകത്തിൽ തന്നെ നമുക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുരിശിൽ സ്വജീവൻ അർപ്പിച്ച സ്നേഹം സ്വർലോകവും നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെയും സൗഭാഗ്യപൂർണമായ ദൈവദർശനത്തിൻ്റെയും വിശ്വാസപൂർണമായ പ്രതീക്ഷയാണ് പ്രത്യാശ എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2090 നമ്പറിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ മുറിപ്പാടുകൾക്കിടയിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയുള്ള ആഴമായ വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതിയോട് ആമേൻ പറയുന്നതിനും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിനും നമ്മെ പ്രാപ്തരാക്കുന്നു. അങ്ങനെ നാം പ്രത്യാശയിൽ വളരുന്നു. ഈ നോമ്പിൽ സങ്കീർത്തകനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. നല്ല ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.